ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് തുടങ്ങാറുണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരു വീഡിയോ എടുക്കാൻ നോക്കിയതാണ് കേട്ടോ. പക്ഷേ ക്യാമറ കണ്ടപ്പോൾ എല്ലാവർക്കും ആകെ മടിയായി. അവിടെ ചിരിയും കളിയും ഓലെ ചിന്ത തന്നെ വേറെ ആയിട്ടോ. പിന്നെ ഓരോന്ന് വിളിച്ച് പറയാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ വോയിസൊക്കെ മ്യൂട്ടാക്കിയതാണ്. അതിനിടയിൽ ഞാൻ ക്യാമറ കണ്ടപ്പോഴാണ് എൻ്റെ മുഖത്ത് നിറയെ കുരു പൊന്തി ആകെ മുഖമൊക്കെ വൃത്തികേടായിണല്ലോ എന്നിങ്ങനെ നോക്കണത്. അല്ലെങ്കിൽ പിന്നെ മുഖം നോക്കാനോ മുടി നോക്കാനോ ഒന്നും ഇപ്പോൾ നേരം കിട്ടലില്ലല്ലോ. കുട്ടികളെ പിന്നാലെ ഓടുന്നല്ലേ പണി. കുറച്ച് നേരം ഒരു മഴയൊക്കെ ഒരു കുറവുള്ള ദിവസമായിരുന്നു. ഇടയ്ക്കൊന്ന് പെയ്യും, പിന്നെ അതുപോലെ ഒന്ന് വെയിലിറക്കും, അങ്ങനെ. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും ഇതാ മുറ്റമൊക്കെ ആകെ കാറ്റടിച്ച് പരന്ന്. പിന്നെ കുട്ടികൾ വീട്ടിലുള്ള ദിവസം അവരിങ്ങനെ ഓരോ കവറ് വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ മുറ്റത്ത് കൊണ്ടിട്ടു കേട്ടോ. ആ കവറ് വെള്ളം നിറച്ചിട്ട് ഇടുമ്പോൾ പൊട്ടണ ഒച്ച കേൾക്കാൻ വേണ്ടിയിട്ട്. സിദ്ധുട്ടും പിന്നെ എന്തോ തിന്നെയാണ്, മിച്ചറാണ് തോന്നുന്നുണ്ട്. അതിങ്ങനെ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. അമ്മ വേണ്ട വേണ്ട പറഞ്ഞിട്ടും പിന്നെ അമ്മേൻ്റെ വായെ കൊണ്ടുവച്ച് കൊടുക്കുക. ഇതവൻ്റെ സ്ഥിരം പരിപാടിയാണ്, അമ്മേനെ ഇങ്ങനെ വെറുപ്പിക്കുക എന്നുള്ളത്. അമ്മയ്ക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടമല്ല കേട്ടോ, അമ്മേനെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് വെറുപ്പിക്കാൻ ചെല്ലണത്. ഓനാണെങ്കിൽ അമ്മേൻ്റെ ആ ദേഷ്യം കാണാനായിട്ട് നിൽക്കും ചെയ്യും. അപ്പോൾ അത് ആ മിറ്റൊക്കെ ആകെ വൃത്തികേടായിരുന്നു. അപ്പോൾ മഴ ചോർന്ന സമയം നോക്കിയിട്ട് ഞാൻ മുറ്റത്തുള്ള കവറൊക്കെ ഒരു ചാക്കിക്ക് പൊറുക്കിയിട്ട് മുറ്റമൊക്കെ അടിച്ച് വരി വൃത്തിയാക്കുക കേട്ടോ. ഇങ്ങനെ ഒരു ചാക്കിക്ക് എല്ലാ കവറും പൊറുക്കിയിട്ടിട്ട് ഹരിതസേന ഉണ്ടല്ലോ, ഓല് വരുമ്പോൾ കൊടുക്കുകയാണ് ചെയ്യൽ. ഹരിതസേന ഇങ്ങനെ കവർ എടുക്കാൻ വരുന്നതുകൊണ്ട് വലിയൊരു ഉപകാരമാണ്. അല്ലെങ്കിൽ ഈ കവറൊക്കെ എന്താ ചെയ്യുകയെന്ന് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കലുണ്ട് കേട്ടോ. എത്ര കവറാണ് ഒരു മാസം ആകുമ്പോഴേക്ക് കുന്നുകൂടി വരികയല്ലേ. മഴ പെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഭയങ്കര കാറ്റും ഉണ്ടല്ലോ. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇലയൊക്കെ വന്ന് എവിടെ നിന്നൊക്കെ പാറി വന്ന ഇലകളാണ്. പിന്നെ എൻ്റെ കുട്ടികൾ കുറേ വെട്ടി കളിച്ചിട്ടും കൊമ്പ് ഒടിച്ച് കൊണ്ടുവന്നിട്ടൊക്കെ ഇടുന്നതുണ്ട്. മുറ്റമൊക്കെ ആകെ പച്ച പിടിച്ചിട്ടുണ്ട്, മണ്ണൊക്കെ ഒലിച്ച് പോയി, കല്ലൊക്കെ ഇങ്ങനെ കാണൽ തുടങ്ങിയിട്ടുണ്ട്. മുറ്റമൊന്നും റെഡി ആയിട്ടില്ല കേട്ടോ, ഒക്കെ റെഡിയാക്കാണ്ട്. വീട് പണി കഴിഞ്ഞ് കയറി ഇരുന്നിട്ട് തന്നെ ഉള്ളൂ. ഇനി ഒരുപാട് പണികൾ ബാക്കിയുണ്ട്, അതൊക്കെ ഇനി എന്നാ നന്നാക്കാവോ. അപ്പോൾ ഞാൻ പുല്ലൊക്കെ ഇങ്ങനെ പറിക്കുന്നുണ്ട്. ചില പുല്ലൊന്നും പറിച്ചിട്ട് കിട്ടണമെന്നല്ല, വലുതായിട്ടുണ്ട്, ഉറച്ച് പോയിന് പുല്ലൊക്കെ അവിടെ. പറിച്ചാൽ കിട്ടുന്ന പുല്ലൊക്കെ ഞാനിങ്ങനെ പറിച്ചു. പിന്നെ കൂടുതൽ ഉറപ്പുള്ള പുല്ലൊക്കെ അവിടെ തന്നെ നിന്നോട്ടെ വിചാരിച്ചു. കാരണം സായു ഇങ്ങനെ കരയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓൻ്റെ കരച്ചിൽ കൂടുതലായാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഞാൻ കുട്ടികളെ കയ്യിൽ ഓനെ കൊടുത്തിട്ടാണ് മുറ്റമൊക്കെ ഒന്ന് അടിച്ചൊരു വൃത്തിയാക്കാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഓനിങ്ങനെ ഉറങ്ങാനായി, ഉറക്കം വന്നിട്ട് അങ്ങനെ കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഓൻ ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച പണികളൊന്നും എടുത്ത് തീർക്കാൻ കഴിയണില്ല കേട്ടോ. അപ്പോൾ അധികം പുല്ല് പറിക്കലും മുറ്റത്തുള്ള ക്ലീനിങ്ങൊക്കെ മാനേട്ടനാണ് ഒഴിവുള്ള സമയങ്ങൾ നടത്തൽ. പുല്ലൊക്കെ പറിച്ച് വൃത്തിയാക്കിയിടലൊക്കെ മാനേട്ടനാണ്. ഇപ്പം ഞാനിങ്ങനെ അടിച്ചു വരുമ്പോൾ ചെറുതൊക്കെ കാണുമ്പോൾ പറിക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ പറിച്ചു നോക്കുകയാണ്. ഈ പുല്ലൊക്കെ എത്ര പറിച്ചാലും എത്ര വേഗത്തിലാണ് വളർന്നു വരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ പറിച്ച പുല്ല് കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകണമെന്ന് അറിയാം. അവിടെ ഒരു തെങ്ങുണ്ട്, ആ തെങ്ങിൻ്റെ ചോട്ടിൽ കൊണ്ടിടാനാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ കുഴിച്ചിട്ട റോസാണ് കേട്ടോ. അത് ഇങ്ങനെ ഞാൻ കുഴിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടായി നിൽക്കുന്നത് കാണാൻ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാനിങ്ങനെ തൊട്ട് തലോടി ഉമ്മയൊക്കെ കൊടുക്കും കേട്ടോ, പൂവായാലും പച്ചക്കറി ആയാലും ഒക്കെ. അപ്പോഴേക്കും ഇതാ സായുവിൻ്റെ കരച്ചിൽ ശക്തമായിട്ടോ. അപ്പം ഞാൻ വേഗം ചൂലെടുത്ത് ആ ഭാഗമൊക്കെ ഇങ്ങോട്ട് ക്ലീൻ ആക്കിയിട്ടിട്ട് ഓനെടുക്കാൻ വിചാരിച്ചിട്ട് എടുത്തത് ഈ ഭാഗം ഇങ്ങോട്ട് ക്ലീൻ ആക്കിയിട്ട് വേഗം പോയി ഓനെടുക്കുക ചെയ്തത് കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാനോ വൃത്തിയാക്കാനോ ഒന്നും കഴിഞ്ഞില്ല, കാരണം ഓനിങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. പിന്നെ ഓനെ മേലൊക്കെ കഴുകിച്ച് ഓനെ ഉറക്കാൻ നിന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ.